യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ തന്നെ ചെട്ടിക്കാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. ഞാൻ ആദ്യം ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ ചിലർക്കെങ്കിലും ഇവിടെ വരുന്നത് ഇഷ്ടമല്ലായിരിക്കുമല്ലോ. ഞാൻ ഇത്ര അടുത്തായിരുന്നിട്ട് പോലും ഇത്രയും വർഷമായിട്ടും 2015 തൊട്ട് ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അച്ഛൻ ഇവിടെ തുടങ്ങിയ സ്ഥാപനമാണെങ്കിലും ഞാനിവിടെ വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈശോയിലും മാതാവിലും വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഈ കൃപാസനത്തോട് വളരെയേറെ എതിർപ്പായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ അവിടെ എല്ലാവരും തടിച്ചുകൂടുക സാധാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അത് താല്പര്യമില്ലായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ. പിന്നെ ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മരുമകളുടെ ചേച്ചി അവർ ഇടുക്കി ജില്ലക്കാരാണ്. അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി തലേ ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ പിറ്റേ ദിവസം അവർ വെളുപ്പിനെ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ മരുമോൾക്ക് കൂടെ ഒരു ടോക്കൺ എടുത്ത് അവർ 3 പേര് കൂടെ എടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ ഒരുങ്ങി. അന്നേരം എന്നോട് ചോദിച്ചു, അമ്മ വരുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു, പറ്റത്തില്ല, അമ്മ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോകാം എല്ലാവർക്കും കൂടി ഒരുമിച്ചെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇവിടെ ഒരുമിച്ച് വരുന്നത്. അവർ 3 പേരും ഉടമ്പടി എടുത്തു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാനിവിടെ അവിടെ കസേര വന്നിരുന്ന് കുർബാന കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി മകൾ ബുക്കെടുത്ത് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് ഈ അൾത്താരയിലിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ രൂപമാണ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഞാനല്ലല്ലോ ഉടമ്പടി എടുത്തത്, ഇവരല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ ഉടമ്പടിയുടെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി ഇവിടെ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ 2023 ഏപ്രിൽ മാസം ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കൊന്നും ഉടമ്പടിയെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്താണ് ഉടമ്പടി എന്ന് പോലും അറിയാതെയാണ് ഞാനിവിടെ വന്ന് കയറിയത്. പക്ഷേ അച്ഛൻ്റെ 2 മണിക്കൂറത്തെ ക്ലാസ് കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പത്രിക എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഡെയിലി കുർബാന അതെന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണത്. പക്ഷേ അത് കഴിഞ്ഞ് കുമ്പസാരം 1 വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ കുമ്പസാരിക്കാറുള്ളൂ ഞാൻ. പക്ഷേ ഇത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, കുർബാന, ഇതൊന്നും ബൈബിൾ വായന 1 മണിക്കൂർ, അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നു. ഇതെല്ലാം അമ്മയുടെ ഒരനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അമ്മയുടെ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു 15 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മണിക്കൂർ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ശരീരം ചൂടാകും. പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കത്തില്ല. ഭയങ്കര പുകച്ചിലും വേദനയെല്ലാം ആയിരുന്നു. ഞാൻ അത് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അതെൻ്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതായ കാര്യം. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ യൂറിനറി ഇൻഫെക്ഷൻ എന്നിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ മകൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഞാൻ 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. 9 വർഷത്തോളം ആയിരുന്നത് എടുത്തിട്ട്. പലിശ ചേർത്ത് ഒരു 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ അതടക്കാനുള്ള നിവൃത്തിയില്ല, കാരണം അവൾക്ക് ജോലിയായിട്ടില്ല. അങ്ങനെ എന്നെ അവർ ബാങ്കിലേക്ക് പലവട്ടം വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ പുതിയ മാനേജർ വന്നപ്പോൾ നിർബന്ധമായി ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ആ മാനേജറുടെ അടുത്ത് ഞാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപവും ഉപ്പും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ആ മാനേജർ എന്നെ ഒരുപാട് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് ആകെ വിഷമമായി. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവരുടെ മേശയുടെ താഴെ ഒപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനി ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി
1 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹെഡ് ഓഫീസിൽ തന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടാൻ താല്പര്യമുണ്ടോ? അപ്പോൾ നിങ്ങളൊരു എമൗണ്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് ഇപ്പോൾ അങ്ങനെ എമൗണ്ട് പറഞ്ഞടക്കാൻ പറ്റത്തില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനൊരു തുക പറയാം, നിങ്ങൾക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. അങ്ങനെ സാറ് 2.5 ലക്ഷം രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും തുക പറ്റത്തില്ല, എന്നെക്കൊണ്ടാകാവുന്ന തുക പറഞ്ഞാൽ എനിക്ക് അടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു ഞാൻ അവിടുത്തെ ഓഫീസറുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. അങ്ങനെ സാറ് വിളിച്ചിട്ട് വീണ്ടും എന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തായി ഫിലോമിന പൈസ അടക്കുന്ന കാര്യം? ഞാൻ പറഞ്ഞു സാറേ അത്രയും പൈസ അടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 1.5 എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് വീണ്ടും വിളിച്ചു, ഞാൻ ഒന്നും കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാം വട്ടം വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു 1.30 കുറച്ചിട്ടുണ്ട് ഫിലോമിന, അത് എനിക്ക് അടക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് 2 പ്രാവശ്യം ഇട്ടാണെങ്കിൽ ഞാൻ ഈ തുക അടക്കാം. അപ്പോൾ ഈ ഓഗസ്റ്റിൽ 1 അടച്ചു കഴിഞ്ഞ് സെപ്റ്റംബറിലൂടെ അടച്ചിട്ട് ഞാൻ തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് പറ്റത്തില്ല, അടക്കുവാണെങ്കിൽ ഒരു ഡേറ്റിന് തന്നെ ഈ തുക മുഴുവൻ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡുണ്ട്, ഞാനതുകൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഗോൾഡ് പണയം വെച്ചിട്ട് കിട്ടിയത് 1.25 ലക്ഷം രൂപയായിരുന്നു. ആ 1.25 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കൂ, പൈസ അടച്ചിട്ട് അവിടെ മാനേജറിന് ഒരപേക്ഷ വയ്ക്കണം. ആ അപേക്ഷയിൽ നിങ്ങളിങ്ങനെ പറയണം ഇത്രയും തുകയും നിങ്ങൾ അടച്ച് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് NOC കിട്ടുന്നതായിട്ട് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജർക്ക് അപേക്ഷ എഴുതി. അപ്പോൾ മാനേജർ എന്നോട് ചോദിച്ചു നിങ്ങളോട് 1.30 പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പം ഞാൻ സാറിനെ വിളിച്ചിരുന്നു, എന്നോട് ഉള്ള പൈസ അടച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ അപേക്ഷ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു ഞാനിത് ഹെഡ് ഓഫീസിലേക്ക് അയക്കാം, നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. 1 മാസം ആയപ്പോഴേക്കും എന്നെ വിളിച്ചേച്ചും പറഞ്ഞു നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് NOC വന്ന് വാങ്ങിച്ചോ. 7 ലക്ഷം രൂപ പറഞ്ഞ ഈ ലോൺ 1.25 ലക്ഷം രൂപയ്ക്ക് ക്ലോസ് ചെയ്ത് എനിക്ക് NOC തന്നു. ഇത്രമേ കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഇതെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി 3 വർഷമായിട്ട് സൗദിയിലായിരുന്നു. പുള്ളിക്ക് അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് അവിടെ ഒരു ഷോപ്പ് ഇടേണ്ടി വരുമ്പോൾ നല്ലൊരു തുക കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര വർക്കൊന്നും അവിടെ കിട്ടിയിരുന്നില്ല. കാരണം കിട്ടിയാൽ തന്നെ അവർക്ക് അവരുടെ മെസ്സ്, റൂം വാടക, ഇത് ഫുഡിൻ്റെതും റൂം വാടക, കടവാടക, റൂമിൻ്റെ കറണ്ട് ചാർജ്, പിന്നെ സ്പോൺസർക്ക് കൊടുക്കേണ്ട പൈസ, അങ്ങനെയെല്ലാം ഒത്തിരി പൈസ ചിലവുണ്ടായിരുന്നു. അതിനുള്ള തുക മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. വീട്ടിലേക്ക് 1 രൂപ പോലും ഇതുവരെ 3 വർഷമായിട്ടും അയക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഇന്ന പോലെ ഒരു കാര്യമാണെന്നും പറഞ്ഞ് അച്ഛനെ ഞാൻ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉടമ്പടി സത്യമാണെങ്കിൽ അമ്മ എനിക്കൊരടയാളം അച്ഛൻ്റെ വായിൽ നിന്നും കേൾക്കണം, നിൻ്റെ ഉടമ്പടി ശരിയായ രീതിയിലാണെന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അച്ഛൻ എടുത്തു തരണം. ഇവിടെ പലരും പറയാറുണ്ട് അച്ഛൻ തലയിൽ കാലിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഒന്നും മിണ്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിലെല്ലാം. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കുരിശ് വെച്ചിട്ട് അപ്പുറത്തെ ആളിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും എന്നോട് ചോദിച്ചു എന്താടി മോളെ എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇന്ന പോലെയാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട, ഈ ഡിസംബർ, ഞാൻ സെപ്റ്റംബറിലാണ് വരുന്നത്, ഡിസംബറിനുള്ളിൽ നിൻ്റെ കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഒക്ടോബർ മാസം ജപമാല റാലി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് എന്നോട് വിളിച്ചു പറയാണ് നമ്മുടെ കട കച്ചവടമായി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തിനും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. അവിടുത്തെ ആ കടങ്ങൾ ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മയുടെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത്
പത്രം കൊണ്ടുപോയി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാ രോഗികൾക്ക് കൊടുക്കും. അപ്പം ചെല്ലുമ്പോൾ അവർക്ക് തൈലമിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമായവർക്ക് ഉപ്പ് കൊടുക്കും, കാശ് രൂപ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ആവശ്യമുള്ള അരി, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെറിയ സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. ഫിലോമിന വർഗീസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്നും ഈശോയും അമ്മയും തൻ്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ പറഞ്ഞതുപോലെ കൃപാസനത്തിൻ്റെ മുറ്റത്തുള്ള മക്കളാണിവർ. സ്വന്തം ചേച്ചി ഇടുക്കിയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഈ സഹോദരി വിളിച്ചപ്പോൾ മകൾ പറഞ്ഞത് എനിക്ക് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളൊരു മെയിൻ എക്സ്ക്യൂസാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ചേച്ചിയുടെ നിർബന്ധപ്രകാരവും മരുമകളുടെ പറഞ്ഞതിന് പ്രകാരവും ആയി ഈ സഹോദരി ഇവിടെ വരികയും പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. ഈശോയും അമ്മയും അറിയാതെ ഇവിടെ ആരും കാല് കുത്താറില്ല. അമ്മ തിരഞ്ഞെടുത്തവരെ, അമ്മ വിളിച്ചവരെയാണ് കൃപാസനത്തിൻ്റെ ഈ സന്നിധിയിൽ അമ്മ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഈ സഹോദരിക്ക് കൃപാസനത്തിലേക്ക് പോരുവാനുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. വന്നുപോയി, പ്രാർത്ഥിച്ചു പോയി. പക്ഷെങ്കിൽ വൈകുന്നേരം അമ്മയുടെ രൂപമാണ് വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വന്നത്. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ ജീവിതത്തിൻ്റെ വാതിൽ തുറന്ന് ഈശോയും അമ്മയും ഈ മകളെ അനുഗ്രഹിക്കുന്നത്. ഒരാത്മീയതയുടെ ഒരു ജീവിതത്തെ പറ്റിയാണ് ആദ്യം പങ്കുവച്ചത്. കുർബാനയൊന്നും അധികമില്ലായിരുന്നു. ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലുള്ളൊരു ജീവിതം. വർഷത്തെ 2 പ്രാവശ്യം കുമ്പസാരിക്കും. കുർബാന ആഴ്ചയിൽ കൂടിയാൽ കൂടി. അങ്ങനെ ബൈബിൾ വായനയൊക്കെ ഒരു അത്ര റെഗുലർ അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നല്ല ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് ഈ മകളുടെ ഒരു ഉയർച്ച. താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ വലതു കൈയുടെ ആ സ്നേഹവും ആ അനുഗ്രഹവും ലഭിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെത്തിയപ്പോഴാണ് അമ്മയുടെ ആ സ്നേഹവും വാത്സല്യവും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഒരു വലിയ ഒരു ആത്മീയ ഉയർപ്പായിരുന്നു. കുർബാനയ്ക്ക് പോകുവാനും കുമ്പസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയോടും അമ്മയോടും കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള ആ ഉണർവാണ് ഈ മകൾക്ക് ലഭിച്ചത്. അതാണ് ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീടായിരുന്നു മറ്റു കാര്യങ്ങൾ പറഞ്ഞത്. ഉടമ്പടിയിലൂടെ ഓരോ മക്കളെയും ഒരു ആത്മീയ ജീവിതത്തെ യാത്രയിലേക്കാണ് അമ്മ നമ്മളെ വിളിക്കുന്നത്. ഒരു ജീവിതയാത്ര, ധൈര്യമില്ലാതെ, ഭയപ്പെടാതെ, പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു വഴിയുണ്ട്. അമ്മ കയ്യിൽ പിടിച്ചാൽ, അമ്മയുടെ കരം പിടിച്ചാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്ന ധൈര്യം. ആ ധൈര്യത്തിൽ മുകളിലാണ് ഈ മകൾ ഉടമ്പടി ജീവിതയാത്ര ആരംഭിച്ചത്. പിന്നീടുണ്ടായിരുന്നത് രോഗസൗഖ്യമായിരുന്നു. യൂറിനറി ഇൻഫെക്ഷനായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയാണ് ഇടപെട്ട് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യമാണ് പങ്കുവച്ചത്. അതായത് 4 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നെടുത്തു. ഇൻട്രസ്റ്റ് കൂടി 7 ലക്ഷത്തോളമായി. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് 7 ലക്ഷം 1.25 ലക്ഷമായിട്ട് കുറച്ച് കൊടുത്തത്. അത് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹമല്ലാതെ വേറെന്ത് പറയാൻ. പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നെങ്കിലും, പല വ്യക്തികളും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ വളരെ കുറച്ചായിട്ട് തന്നെ കൃപയിൽ മേൽ കൃപ കൊടുക്കുന്ന ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവമാണ് ഇവരുടെ കാര്യം ഏറ്റെടുത്തത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഇവരെ വലിയ രീതിയിലാണ് അനുഗ്രഹിച്ച് കടം വീട്ടുവാനായിട്ട് സഹായിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കടയുടെ കാര്യമായിരുന്നു. സൗദിയിലെ ഒരു കടയായിരുന്നു. ആ കട വിൽക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങി. അച്ഛൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷമാണ് ഇവർക്ക് ആ കട വിൽക്കുവാൻ സാധിച്ചത്. അവിടെയും
ഈശോയുടെയും അമ്മയുടെ ഇടപെടലും സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടി എടുത്ത ഉടനെ വളരെ താമസിച്ചാണ് ഈ മകൾ ഉടമ്പടിയിലേക്ക് വന്നത്. പക്ഷെങ്കിൽ വിശ്വാസം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകളുടെ ഓരോ കാര്യവും ഈശോയും അമ്മയെ ഏറ്റെടുക്കുന്നതായിട്ട് നാം കാണുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വേദനയോടെ കണ്ണീരോടെ നമ്മൾ വരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര വർഷങ്ങളുള്ള രോഗമാണെങ്കിലും എല്ലാം സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. 15 വർഷമുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷനാണ് ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തോടെ രോഗസൗഖ്യം ലഭിച്ചത്. കടയുടെ കാര്യം പറഞ്ഞതും അതും ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെയാണ് കച്ചവടമായത്. നവംബർ 19-ാം തീയതിയാണ് അച്ഛൻ പറഞ്ഞത് ഡിസംബർ ആകുമ്പോഴത്തേന് അത് വിൽക്കുവാൻ സാധിക്കുമെന്നാണ്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതു കൈ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വലിയവരാക്കുന്നത്. എന്തു തന്നെ പ്രതിസന്ധികളായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാം ആ പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. കൃപാസനം ആത്മീയത നമ്മെ വിശ്വാസം വഴി പരിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലേക്കുമാണ് വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ തളരുമ്പോൾ അവിടുത്തെ വലതു കൈ നമ്മെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിജയത്തിൽ എല്ലാം അവിടുത്തെ കൃപയാണെന്ന് പറഞ്ഞ് നന്ദി പറയാം. ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ വിശ്വാസത്തോടെ കൂടുതൽ ആത്മീയതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫിലോമിന വർഗീസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.